Hey guys, what's up? So welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ is all about how did I score 360 on 360 for my NEET exam. സോ ഞാൻ 2021 നീറ്റ് എക്സാം എഴുതിയത്. നീറ്റിൻ്റെ ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിയാണ്. ഹാഫ് പോർഷൻ നമ്മൾ മാർക്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ബയോളജിയിൽ ഹാഫ് മാർക്സ് നമുക്ക് ഫുൾ മാർക്കായി കിട്ടിയാൽ നമുക്ക് ബാക്കിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. സോ ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ബയോളജി ബുക്കൊക്കെ പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ഷെൽഫിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇതിലിപ്പം +2 ബുക്ക് എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ +1 ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കി കുറേയൊക്കെ ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ സത്യം പറഞ്ഞാൽ കുറേ മെമ്മറീസ് അടങ്ങിയ ഒരു ബുക്കാണ് ഇത്. ഇപ്പം MBBS കയറിയതിന് ശേഷം നോക്കുമ്പോൾ ബയോളജി ഒക്കെ എന്താണ് നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കുറവായിട്ടൊക്കെ തോന്നുന്നു. നമ്മൾ ഇത്രയും ചെറിയ സാധനമായിരുന്നല്ലോ അന്ന് ഇത്രയും വലുതായിട്ട് പഠിച്ചെന്നൊക്കെ തോന്നും. പക്ഷേ ദ തിങ് ഈസ് നമുക്ക് MBBS ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം സബ്ജക്ട്സ് ഒക്കെ ലൈൻ ബൈ ലൈൻ നമുക്ക് MBBS യൂണിവേഴ്സിറ്റി പാസ്സാകാൻ വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല. What is so special about biology in NEET is that we have to read every sentences line by line നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. സോ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ദിസ് ഇസ് എ ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പം ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ച് തുടങ്ങുന്നുണ്ടെന്ന് വെച്ചോ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് മേക്ക് എ നോട്ട്. എന്ന് വെച്ചാൽ വലിയ നോട്ടും വലിയ ഭംഗിയിലും വൃത്തിയിലും വലിയ ബുക്സ് ഒന്നും കണ്ടുപിടിച്ച് എഴുതണമെന്നൊന്നും ഞാൻ പറയണില്ല. ടേക്ക് എ പേപ്പർ. ഞാനിപ്പം എൻ്റെ നോട്ട്സ് ഇതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ നോട്ട്സ് ഉണ്ടാക്കും കുറേ. റൈറ്റ് നൗ ഓൾസോ ഐ മേക്ക് നോട്ട്സ് വിത്ത് ദീസ് ന്യൂസ് പ്രിന്റ്സ്. അപ്പം എന്താ പറയുക വെച്ചാൽ ഇതിപ്പോൾ പ്ലാൻ കിങ്ഡത്തിൻ്റെ നോട്ട്സ് ആണ്. സോ ഇതിൽ പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പം എല്ലാ പേജസും മൊത്തം വായിക്കും കേട്ടോ. ഇതിലിപ്പം പ്ലാൻ കിങ്ഡം മൊത്തം ഈ ഒരു പേജിലാണ്. ഈ ഒരു പേജും ഈ ഒരു പേജും ഇതടങ്ങി നമുക്ക് പ്ലാൻ കിങ്ഡം തീരുന്നുണ്ട്. സോ ദ തിങ് ഇസ് നമുക്ക് ഭയങ്കര കൺസൈസ്ഡ് ആയി ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ചാപ്റ്റർ മൊത്തം ഇതിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ടെഡ് ഓഫ് ഫൈറ്റ്സ് ആണെങ്കിൽ ടെഡ് ഓഫ് ഫൈറ്റ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ എന്താണ് അതിലിപ്പോൾ അതിന് റീപ്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ അതിൽ എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അത് എന്തായാലും എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും അവസാനം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ പറയണത് ഇത്. പക്ഷെ അങ്ങനെയല്ല, റിവൈസ് ചെയ്യാൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ഇത് ഈ നോട്ട്സ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ വായിക്കാൻ തുടങ്ങാന്ന് വെച്ചോ. ഇപ്പം പ്ലാൻ കിങ്ഡം നിങ്ങൾ വായിക്കാൻ തുടങ്ങാം. അതിന് മുന്നേ ഈ ഒരു നോട്ട്സ് നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയ നോട്ട്സ് നിങ്ങളിപ്പം വായിക്കാൻ തുടങ്ങിയെന്ന് വെച്ചോ. അപ്പം നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് വേഗം റഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോട്ട് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പം നിങ്ങൾ പ്ലാൻ കിങ്ഡം വായിക്കുന്നതിന് മുന്നേ ഈ ഒരു നോട്ട് വേഗം റഷ് ചെയ്ത് വായിച്ചു പോയി ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ഈസി ആവും. എന്തായാലും ഈസി ആവും. ഒബ്വിയസ്ലി നിങ്ങളിപ്പം 1 മണിക്കൂർ എടുത്തൊരു ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് 1/2 മണിക്കൂർ എടുത്ത് ആ ചാപ്റ്റർ വായിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ചില്ല. നിങ്ങൾ എന്തോ ചെയ്യും, ഈ നോട്ട് വായിച്ചിട്ടാണ് ഈ ടെക്സ്റ്റ് വായിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി. നോട്ട്സ് എഴുതിയിട്ട് ടെക്സ്റ്റ് വായിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആവും. നിങ്ങൾ വായിക്കുന്നതിൻ്റെ അതിൻ്റെ 1/2% താഴെ ടൈം എടുത്താൽ മതി നിങ്ങൾക്ക് വായിക്കാൻ. നിങ്ങളോട് ഇത് എത്ര പേര് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും മനസ്സിലാവും. നിങ്ങൾ 1-2 ചാപ്റ്റർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നീട് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഒന്നും കൂടെ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മാത്രം സുഖമാവും. നിങ്ങൾ നോക്കി നോക്ക്. എൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ടിപ്പ് 1 ആയിട്ടാണ് എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ഉള്ളത് നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു ലൈൻ പോലും വിടരുത്. ഡോണ്ട് ലീവ് എ സിംഗിൾ ലൈൻ ഇൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലൈനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ലൈൻ ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ സംടൈംസ് വി ലീവ് സം സെന്റൻസ് ലൈക്ക് ഇപ്പം ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദിസ് ഫിഗർ ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫിഗറിനെ പറ്റി എന്തെങ്കിലും പറയുന്നതല്ലേ, നമ്മൾ ലീവ് ചെയ്യും. ഡോണ്ട് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. NCERT എന്നുള്ള ടെക്സ്റ്റ് ബുക്കിനുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സമ്മറി. ഡോണ്ട് ലീവ് ദ സമ്മറി. സമ്മറിയിൽ ടെക്സ്റ്റിൽ നമ്മൾ മെയിൻ ചാപ്റ്റേഴ്സിൽ ഇല്ലാത്തതും സമ്മറിയിൽ ഉള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചരിത്രങ്ങളുണ്ട്. സോ ഡോണ്ട് ലീവ് സമ്മറി. സമ്മറി ഒരിക്കലും ലീവ് ചെയ്യരുത്. നിങ്ങളത് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വലിയ സമയമൊന്നും എടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് സമ്മറിയിൽ മെജോറിറ്റി എന്താ ഉണ്ടാവുക, നമ്മൾ വായിച്ച സാധനങ്ങളുടെ സമ്മറി ഒരു നോട്ട്സിൻ്റെ ഒരു വേർഷൻ ഉണ്ടാവുക. സോ അതിന് വലിയ സമയമൊന്നും കളയാനില്ല. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമേ നിങ്ങളൊരു സമ്മറി വായിക്കാൻ പോലും എടുക്കൂ. അപ്പം എന്തെങ്കിലും നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സമ്മറിയിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ അത് മാർക്ക് ചെയ്യാം. നിങ്ങൾ ഫുൾ ഇനി പിന്നെയും വായിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം സമ്മറി നല്ലോണം വായിക്കുക. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നോർമലി നമ്മുടെ ചാപ്റ്ററിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. പിന്നീട് ആ ഹൈലൈറ്റർ വെച്ച് നമ്മൾ ആ ഒരു വരച്ച സാധനം മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഫിഗേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ടെക്സ്റ്റിൽ അതില്ല. പക്ഷേ എനിക്ക് നമ്മുടെ +2 NCERT മറ്റേ നിങ്ങൾക്കിത് അറിയായിരിക്കും, പോളൻ ടാബ്ലറ്റ്സിന്റെ ഒരു ഫിഗർ ഇല്ലേ, അതിൽ 30 days 30 pills എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ.
ആ ഒരു ടാബ്ലറ്റിന്റെ മുകളിൽ 30 days എഴുതിയിട്ടുണ്ട്. ആ ഒരു ടാബ്ലറ്റിൽ 30 pills ഉണ്ടെന്ന് എഴുതിയിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഒരു ദിവസം നിങ്ങൾ എത്ര ടാബ്ലറ്റ് കഴിക്കണമെന്നോ അങ്ങനെ എന്തോ സംഭവം, ഒരു ദിവസം എത്ര ടാബ്ലറ്റ് കഴിക്കണം അങ്ങനെ എന്തോ സംഭവമാണ്. സോ ദ തിങ് ഇസ് ദാറ്റ് ഫിഗേഴ്സിലൂടെ നമുക്ക് കുറെ ഇൻഫ്ലുവൻസസ് കിട്ടാനുണ്ട്. സോ ഒരു ഫിഗറും വിടരുത്, നല്ല വൃത്തിക്ക് തന്നെ അതിനെ ഒബ്സർവ് ചെയ്ത് പഠിക്കണം, ഒരു ഫിഗറും വിടരുത്. ഓക്കെ, നമ്മൾ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഓഫ് ഈച്ച് ഫിഗർ നമുക്ക് ഉണ്ടാവണം. പിന്നെ ടെക്സ്റ്റ് വായിക്കുന്നതിന്റെ നമ്മൾ ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മളോട് എപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കൂ. നിങ്ങൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മ വരാൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറെ കാര്യം, ഡു MCQs. ബയോളജിക്ക് ടെക്സ്റ്റ് മാത്രം വായിച്ച് ഒരിക്കലും മുന്നോട്ട് പോകരുത്. ഡു MCQs. നല്ലോണം ബുക്ക് വായിച്ചിട്ട് MCQ നന്നായി ചെയ്യുക, സ്പീഡ് ചെയ്യാൻ നോക്കുക. ആലോചിച്ചിരിക്കരുത്. നമ്മൾ വിചാരിക്കും ബയോളജിക്ക് സമയം പോകില്ല എന്ന്, പക്ഷെ ബയോളജിക്ക് സമയം പോകും. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ ഇതിലേത് ഇൻകറക്റ്റ് ഏതായി അപ്പോൾ നമ്മൾ വായിച്ച് ചിലപ്പോൾ നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മിനിറ്റിന്റെ മുകളിലൊക്കെ അതിന്റെ മുകളിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അപ്പം നമ്മൾ അങ്ങനെ ആലോചിച്ച് സമയം പോക്കുന്ന ആ ഒരു പ്രാക്ടീസ് കുറക്കണം. 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യനിലധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 10 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ബയോളജി സത്യം പറഞ്ഞാൽ നമുക്ക് 10 മിനിറ്റിൽ നമ്മളൊരു 15 to 20 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും നീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യണം നമ്മുടെ ഈ ടൈം. നമുക്ക് ചിലപ്പം ചാപ്റ്റേഴ്സ് ഒന്നും വായിക്കാൻ ഒരു എന്തൂസിയാസം ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ? ഇൻട്രസ്റ്റ് ഇല്ലായ്മ. അതല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും വരുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഒക്കെ പ്രശ്നം അതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്തു നോക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു MCQയുടെ ബുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് തെറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ശരിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ആ ചാപ്റ്റർ പോയി വായിക്കാനോ ആ തെറ്റിയത് പോയി നോക്കാനോ ചെറിയൊരു എന്തുസിയാസം എവിടെന്നെങ്കിലും വരും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുന്നത് ഭയങ്കര നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ നല്ലതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമ്മൾ ആ ചാപ്റ്ററിലോട്ട് ചെറുതായിട്ടൊന്ന് ആവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലാന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് നമ്മുടെ മൈൻഡ് ആവും കുറച്ച്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമുക്ക് PYQ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല MCQ നന്നായി ചെയ്യണമെന്ന്. MCQ നന്നായി ചെയ്താൽ നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും എഴുതി വെക്കാം കേട്ടോ. പിന്നെ നമ്മളോട് മറന്നു ചിലപ്പോൾ നമ്മൾ MCQ ചെയ്ത് നമുക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ എഴുതി വെക്കാണ്ട് നമ്മൾ എന്താക്കും, ഒഴിവാക്കി വിടും. അതങ്ങനെ ചെയ്യരുത്. നമ്മൾ ടെക്സ്റ്റിൽ എഴുതി വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് വന്നതെന്ന് വെച്ചാൽ, അപ്പം സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഈ ഒരു പേജിൽ നിങ്ങൾ എഴുതി വെക്കുക. മനസ്സിലായി? ഈ ഒരു പേജിൽ നിങ്ങൾക്ക് തെറ്റിയ കാര്യം എന്താണെന്ന് എഴുതി വെക്കുക. അപ്പം നമുക്ക് പിന്നീട് വരുമ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഓർമ്മ വരും. ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ചില ഇൻഫർമേഷൻസ് നമ്മൾ ഓർത്ത് വെക്കുമെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് ബയോളജിന്റെ പ്രശ്നം ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളിത് ഓർത്ത് വെക്കുന്ന, പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കൂല. അതുകൊണ്ട് പറയുന്നതാണ്. പിന്നുള്ളത്, എല്ലാവരും ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ NCERTന്റെ ഓരോ ചാപ്റ്ററിന്റെയും ബാക്കില്ല എക്സസൈസസ് കാണില്ലേ? ഈ എക്സസൈസസ് ചെയ്ത് നോക്കുക. അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം ചെയ്താൽ പോരാ, ബയോളജിക്കും ചെയ്യണം. നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 1 വേർഡ് അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്ക് ക്വസ്റ്റ്യൻസ്. ബിക്കോസ് കുറച്ചൊരു എന്തെങ്കിലും സംതിങ് അതർ ദാൻ ഈ ടെക്സ്റ്റ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചാപ്റ്റർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം NCERTന്റെ എക്സസൈസസിൽ അവർ അതിനെ മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ മേ ബി ഇടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന്, ഇവൻ ദോ അത് MCQ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് വായിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇഫ് എന്തെങ്കിലും സ്പെഷ്യലായി ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങളത് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളത്, പുറത്തുനിന്ന് പഠിക്കണോ വേണ്ടേ എന്നുള്ളതാണ് കുറെ പേരുള്ളത്. നിങ്ങൾ NCERT ബേസിക്കലി പഠിക്കുക. NCERT PYQയും പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യുന്ന നോർമൽ നിങ്ങളിപ്പം പോകുന്ന കോച്ചിങ് സെന്ററിലെ മാനുവൽ ഉണ്ടാവും, നിങ്ങൾ അല്ലാണ്ട് വാങ്ങിക്കുന്ന ബുക്സ് ഉണ്ടാവും. പക്ഷെ ഔട്ട് ഓഫ് NCERT പോവാതെ നോക്കുക. കാരണം അത് എക്സസ് ഓഫ് ഇൻഫർമേഷൻ ആണ്, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നീറ്റിന് അധികം അങ്ങനെ ഭയങ്കരമായി പുറത്തുനിന്ന് ഒരു ഐഡിയ ഇല്ലാത്ത സാധനങ്ങൾ വരുന്നത് വളരെ റെയർ ആണ്. അപ്പം ആ ഒരു റെയർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ ഈ NCERT പഠിക്കുന്ന ടൈം വെറുതെ കുറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ്. സോ NCERT പഠിച്ച് മെയിൻലി പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ഇപ്പോൾ PYQ തന്നെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ റെയർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പുറത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ എഴുതി വെക്കുക. എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്, കുറച്ച് ദിവസങ്ങൾ ഇനി വരുന്നുള്ളൂ. പഠിക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇനി പഠിച്ചു തുടങ്ങണം. ഇനി സമയമില്ല. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഭയങ്കര നന്നായി മൂവ് ചെയ്താൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയേക്കാം. ഈ 1.5 months ഭയങ്കര ക്രൂഷ്യലാണ്, സ്പെഷ്യലി ലാസ്റ്റ് 1 month. അപ്പം ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ
കുറേയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ആങ്സൈറ്റി ഒക്കെ മാറും. നിങ്ങളുടെ ലാസ്റ്റ് ഇപ്പം നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും, എനിക്ക് നീറ്റ് കിട്ടുമോ, എനിക്ക് ഇതാവോ അതാവോ, നീ പഠിച്ച് തീരുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ആങ്സൈറ്റി അടിച്ചിട്ട് ഒരു കാര്യമില്ല. ആങ്സൈറ്റി അടിച്ചിട്ട് മാർക്ക് എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല നീറ്റിന്. അപ്പം ആങ്സൈറ്റി വന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാണ്ടാവുള്ളൂ, നിങ്ങൾക്ക് നീറ്റ് മാർക്ക് കുറയുള്ളൂ. അപ്പോൾ സംഭവം നിങ്ങൾ പേടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സംഭവം മൈൻഡിലുണ്ടെങ്കിൽ അത് ചെയ്ത് തുടങ്ങുവാണ് വേണ്ടിയത് ആങ്സൈറ്റി പോക്കാൻ, അല്ലാതെ അത് ആലോചിച്ചിരിക്കുകയല്ല വേണ്ടിയത്. സോ നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇപ്പോഴുള്ള ആങ്സൈറ്റി നീറ്റിന് അന്ന് ഉണ്ടാവാതിരിക്കുക. നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയുന്നെന്നോ, ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നോ, ബാക്കിയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളാണ്, നിങ്ങളുടെ പഠിത്തമാണ്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ലൈഫാണ്. എല്ലാം നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു വർഷവും ഈ ഒരു മാസവും ആലോചിച്ച് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഇത്രയും കാലം പഠിച്ചവരും ഉണ്ടാവും, പഠിക്കാത്തവരും ഉണ്ടാവും. ആരാണെങ്കിലും ഈ ഒരു 1.5 മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതൊക്കെ ഫേറ്റ് ആണ്. അത് നോക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നമുക്കിന്ന് കിട്ടാതായിപ്പോയാൽ അതൊരു പ്രശ്നമല്ല. പക്ഷെ ട്രൈ ചെയ്യാണ്ട് കിട്ടാതായിപ്പോയാൽ അത് വലിയ റിഗ്രറ്റ് ആണ്. ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടാതായിപ്പോയാൽ നമ്മുടെ തെറ്റാണോ അത്? അല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫേറ്റ് എന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, ആങ്സൈറ്റി ഒക്കെ നിങ്ങൾ മനസ്സിൽ മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കുക. നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയും സമയം പഠിക്കാനിരിക്കുക. സമയം ഒട്ടും കുറയ്ക്കരുത്. വെറുതെ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെയൊന്നും മടി കാണിക്കാനേ പാടില്ല പ്ലീസ്. ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ക്രൂഷ്യലാണ്. നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം എത്രമാത്രം നിങ്ങൾ എത്ര വേഗം പഠിക്കാൻ തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇപ്പം ഈ ഒരു മിനിറ്റ് ഇപ്പം വീഡിയോ കണ്ടു പോയി പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ അത് ഗുണം ചെയ്യും. ഓക്കെ, സോ നന്നായി പഠിക്കുക. ആരും ഉഴപ്പരുത് പ്ലീസ്. നിങ്ങൾക്ക് 1.5 മാസമേ വരുന്നുള്ളൂ. അപ്പം നന്നായി പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് നീറ്റിൻ്റെ പേപ്പറിൽ നിങ്ങൾ കാണിക്കണം. ഓക്കെ, അപ്പം അധികം ആലോചിക്കേണ്ട, എനിക്ക് കിട്ടുമോ ഇല്ലേ ഇതൊന്നും ആലോചിച്ചിരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഞാൻ നല്ല ആശംസകൾ നേരുന്നു. നന്നായി പഠിക്കാൻ പറ്റട്ടെ, നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ശരി, ബൈ.